ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇപ്പൊ ചക്കയുടെ സീസൺ ഒക്കെ തുടങ്ങിയില്ലേ? അപ്പൊ നമ്മൾ ചക്കയൊക്കെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ വരട്ടിയൊക്കെ വെക്കില്ലേ? അങ്ങനെ വരട്ടി വെച്ച ചക്ക വരട്ടി കൊണ്ട് ഞാനിന്നിവിടെ ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് നൈസ് അരിപ്പൊടി, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് റവ, 1/4 കപ്പ് ചക്ക വരട്ടിയത്, 1 കപ്പ് ശർക്കര പൊടിച്ചത് എന്നിവയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര 1/2 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കാം. ഇത് ഞാനിവിടെ ശർക്കര ഉരുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് ഉണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക വരട്ടിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്ത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് നൈസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/4 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് റവയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചക്കവരട്ടിയുടെയും ശർക്കരയുടെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്കൊന്ന് കറക്കി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും വെള്ളം കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയോണ്ട് നേരത്തെ ബാക്കിയുള്ള ആ 1/2 കപ്പ് വെള്ളത്തിൽ നിന്ന് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ 1/4 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. മിക്സിയിൽ കറക്കുന്ന ടൈമിൽ അത് കറങ്ങാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ ആ ബാക്കിയുള്ള 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ ഞാനിത് കറക്കി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കവരട്ടിയതിന്റെ ഫ്ലേവർ ഇതിൽ കുറച്ചുകൂടി വേണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചക്ക വരട്ടിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന എല്ലാ സ്വീറ്റിലും 1-2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ശർക്കരയുടെ ആ ഒരു കുത്തൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇപ്പോഴും നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ബാറ്റർ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്ത എള്ളും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഇതൊരു 6-7 ഏലക്കായയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി കൂട്ടിപ്പൊടിച്ചതാണിത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം. നടുവിലത്തെ കുഴിയിൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നടുവിൽ ഒഴിച്ച് ഉണ്ണിയപ്പം പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുത്ത് ഉണ്ണിയപ്പം തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ആദ്യത്തെ ട്രിപ്പ് ഉണ്ണിയപ്പം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ട്രിപ്പായിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇപ്പൊ ഞാനിവിടെ മുഴുവൻ ഉണ്ണിയപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പൊ ചക്ക വരട്ടി ഉണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടമാവും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.